അൺമോഡറേറ്റഡ് അതായത് ഈ ഫ്രീ മാർക്കറ്റ് ക്യാപിറ്റലിസത്തെ എതിർക്കേണ്ട ആവശ്യം എന്താണുള്ളത്? ഈ അൺമോഡറേറ്റഡ് ക്യാപിറ്റലിസം, അതായത് ഫ്രീ മാർക്കറ്റ് ക്യാപിറ്റലിസത്തിൻ്റെ ഏറ്റവും പരിണിത ഫലം എന്ന് പറയുന്നത് ഈ വെൽത്തും പവറും 1% വരുന്ന ആളുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം. അതുകൊണ്ടാണ് ഈ അൺഫെറ്റഡ് അല്ലെങ്കിൽ അൺറെഗുലേറ്റഡ് ക്യാപിറ്റലിസം നമ്മൾ അനുവദിച്ചു കൂടാ എന്ന് പറയുന്നത്. ഇപ്പോൾ അത് അതുപോലെ തന്നെ അതുണ്ടാക്കുന്ന എക്കണോമിക് പ്രോബ്ലംസ് എന്ന് പറയുന്നത് അതും നമുക്ക് താങ്ങാനാവുന്നതല്ല. അത് ഒരുപാട് സമയം കൂടുമ്പോൾ ആ എക്കണോമികൾ കൊളാപ്സ് ചെയ്യുകയും വലിയ പ്രശ്നത്തിലേക്ക് പോവുകയും പിന്നെ അത് തിരിച്ചു പിടിക്കാൻ മറ്റ് മെഷേഴ്സ് കൊണ്ടുവരേണ്ടി വരികയും ചെയ്യും. ഓസ്റ്റെറിറ്റി പോളിസികൾ നടപ്പിലാക്കിയ ഏത് രാജ്യത്തിൻ്റെ ഒരു ട്രെൻഡ് എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന കേസ് എക്കണോമിക് കൊളാപ്സ് ചെയ്യുന്നു, അതുപോലെ അതോറിറ്റേറിയൻ ഫിഗേഴ്സ് വരുന്നു, അവരും കൂടുതൽ കാര്യങ്ങളെ വൾഗറാക്കുന്നു, വളരെ കഷ്ടപ്പെട്ട് തിരിച്ചു പോകുന്നു. ഇതൊരു ഹിസ്റ്റോറിക്കൽ പാറ്റേൺ ആണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് അൺകൺട്രോൾഡ് ആയിട്ട് ഇതിനെ വിടാൻ പറ്റില്ല എന്നുള്ളത്. ആ കാര്യത്തിൽ ലെഫ്റ്റ് റൈറ്റ് എന്നൊന്നുമില്ല. എല്ലാ ഒരുവിധം മേജർ എക്കണോമിസ്റ്റുകൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണത്. അത് നമുക്ക് ഒരു കെയ്നേഷ്യൻ, നിയോ കെയ്നേഷ്യൻ, ഡെവലപ്മെന്റ്, ഹെട്രോഡോക്സ് ഏത് സ്കൂൾ എടുത്താലും ഇതിനോട് ഇത് സമ്മതിച്ചു തരുന്ന എത്ര എക്കണോമിസ്റ്റുകളെ വേണമെങ്കിലും നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ ഫ്രീ മാർക്കറ്റ് ക്യാപിറ്റലിസ്റ്റുകൾ സാധാരണ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ ഡിനൈ ചെയ്യുന്നത് നമുക്ക് കാണാറുണ്ട്. പക്ഷേ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയുള്ള ഒരുപാട് സയൻറ്റിഫിക് ഡേറ്റ ഉണ്ട്. ഈവൻ മെജോറിറ്റി ഓഫ് സയൻറ്റിസ്റ്റുകൾ അംഗീകരിക്കുന്നൊരു വസ്തുതയാണ്. എന്നിട്ടും ഫ്രീ മാർക്കറ്റ് ക്യാപിറ്റലിസ്റ്റുകൾ എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത്? കാരണം ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അത് റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസ്, അതായത് നമ്മൾ ഫസ്റ്റ് വേൾഡ് കൺട്രീസ് എന്നൊക്കെ വിളിക്കുന്ന ഗ്ലോബൽ നോർത്തിലെ വെസ്റ്റേൺ ഹെമിസ്ഫിയറിലെ രാജ്യങ്ങളാണ് സത്യത്തിൽ ക്ലൈമറ്റ് ചേഞ്ചിന് റെസ്പോൺസിബിൾ എന്ന് പറയുന്നത്. നമുക്ക് ഡാറ്റകളും കാര്യങ്ങളും ഹിസ്റ്റോറിക് ഡാറ്റകൾ ഒന്ന് ക്ലോസ്ലി നമ്മൾ വാച്ച് ചെയ്താൽ നമുക്ക് ആ കാര്യം മനസ്സിലാവും. അപ്പോൾ നിലവിൽ ഇപ്പോൾ സംഭവിക്കുന്നത് പറയുന്നത് ഓരോ കാലാവസ്ഥ ഉച്ചകോടിയിലും ഡെവലപ്പിംഗ് കൺട്രീസ്, ഇന്ത്യ ചൈന അടക്കമുള്ള രാജ്യങ്ങളുടെ തലയിൽ ഇത് കെട്ടിവെച്ചിട്ട് രക്ഷപ്പെടാനാണ് ഈ രാജ്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ട് ഇതിൻ്റെ ബർഡൻ മറ്റൊരാളുടെ തലയ്ക്ക് കെട്ടിവെക്കുന്നതോടൊപ്പം പൊതുബോധത്തെ മാറ്റുക എന്ന് പറയുന്നത് ഈ ഡെവലപ്ഡ് കൺട്രീസിലെ ഈ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള കൺട്രീസിലെ ഒരു പൊതു സ്ട്രാറ്റജിയാണ്. കാരണം ക്ലൈമറ്റ് ചേഞ്ചിനെ തടുത്തു നിർത്താനുള്ള റെഗുലേഷൻസ് കൊണ്ടുവരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് നെയ്ച്ചറിനെ പ്രോഫിറ്റിന് മുകളിൽ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യേണ്ടി വരും. അതായത് സൂപ്പർ പ്രോഫിറ്റിന് പകരം നെയ്ച്ചറിന് കൊടുക്കേണ്ടി വരും. അത് കൊടുക്കാതിരിക്കാൻ 2 മാർഗ്ഗമാണുള്ളത്. ഒന്ന്, ഈ കാലാവസ്ഥ ഉച്ചകോടികളെ ഇങ്ങനെ അലസിപ്പിച്ച് കളയുക. 2, ഈ ക്ലൈമറ്റ് ചേഞ്ച് ഹോക്സ് ആണ് തുടങ്ങിയിട്ടുള്ള കോൺസ്പിറസി തിയറികളും പൊതുബോധങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇതിൽ വേറൊരു കാര്യമുണ്ട്. IPCC, അതായത് ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ചില റിപ്പോർട്ടുകൾ വായിച്ചിട്ട് അയ്യോ ഇത് ക്യാപിറ്റലിസ്റ്റ് വിരുദ്ധമാണ്, ഇത് മാർക്സിസം ആണ് എന്നൊക്കെ കമന്റ് ചെയ്ത ആൾക്കാരുണ്ട്. കാരണം ആ രീതിയിലാണ് IPCCയുടെ, ഞാൻ ആ റിപ്പോർട്ടിന്റെ നമ്പർ മറന്നുപോയി, ഒരു റിപ്പോർട്ട് IPCCയുടെ റിപ്പോർട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. സോ ഇതൊന്നും ഇവർക്ക് അക്സെപ്റ്റബിൾ അല്ല. ഫ്രീ മാർക്കറ്റിനെയും അതുപോലെ നിലവിലെ എക്കണോമിക് പോളിസികൾ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ ആക്സിലറേറ്റ് ചെയ്യും എന്ന് ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സോ ഇതുകൊണ്ടൊക്കെയാണ് അവരതിനെ എതിർക്കുന്നത്. പ്രോ ഫ്രീ മാർക്കറ്റ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ വളർന്നു വരുന്ന ഹൗസിംഗ് ക്രൈസിസിനെ കുറിച്ച് ആരും പറയാറില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അവിടെ നടക്കുന്ന ഹൗസിംഗ് ക്രൈസിസുകൾ എന്ന് പറയുന്നത്, അതായത് ഇതൊരു ഹൗസിംഗ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് ഹൗസിംഗ് എന്ന് പറയുന്നത്? ഹൗസിംഗ് നിങ്ങൾക്കൊരു കമ്മോഡിറ്റി ആണോ, അല്ലെങ്കിൽ അതൊരു ബേസിക് നീഡാണോ, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ് ആണോ? ഈ പറയുന്ന ഫ്രീ മാർക്കറ്റ് രാജ്യങ്ങളിൽ അവിടെയാണ് പ്രശ്നം വരുന്നത്. ഫ്രീ മാർക്കറ്റ് എന്നുള്ള സമയത്ത് എന്താ പറയുക, ഹൗസിംഗ് അല്ലെങ്കിൽ ഹൗസ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ബേസിക് നീഡ്, ഷെൽട്ടർ എന്ന് പറയുന്ന മനുഷ്യന്റെ ബേസിക് നീഡിൽ നിന്ന് അത് ഒരു കമ്മോഡിറ്റി ഫോർ സ്പെക്കുലേഷൻ ആയിട്ട് മാറുകയാണ്. അങ്ങനെ കമ്മോഡിറ്റി ഫോർ സ്പെക്കുലേഷൻ ആയിട്ട് മാറുമ്പോൾ അവിടെ അതായത് ഈ പ്രൈസ് സർജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ റിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ അതിന് വില കൂട്ടാൻ വേണ്ടിയിട്ട് ധാരാളം അഭ്യാസങ്ങൾ ഈ പ്രോ ഫ്രീ മാർക്കറ്റ് നയങ്ങളുള്ള സ്ഥലങ്ങളിൽ സംഭവിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരു
ആ ബബിൾ, ആ ഹൗസിംഗ് ബബിൾ എന്നൊക്കെ പറയുന്ന സാധനം ബർസ്റ്റ് ചെയ്യുകയും സ്വാഭാവികമായിട്ട് ഒരു ഹൗസിംഗ് ക്രൈസിസ് ഉണ്ടാവുകയും ചെയ്യും. ബേസിക്കലി ഹൗസിംഗ് ക്രൈസിസ് വരുമ്പോൾ മിക്കവാറും വല്ല ഇമിഗ്രൻസിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ ആരുടെയെങ്കിലും തലയിൽ ഇവർ വെച്ച് കെട്ടും. അതോടുകൂടി ഇവർ സേഫ് ആകും എന്നാണ്, അതാണ് ഒരു പൊതുവെ കൊണ്ടു നടക്കുന്ന ഒരു സ്ട്രാറ്റജി. പക്ഷേ അങ്ങനെയല്ല. ഹൗസിംഗ് ക്രൈസിസ് കൃത്യമായിട്ട് ഈ മാർക്കറ്റ് സ്പെക്കുലേഷൻ്റെ ഭാഗമായിട്ടാണ് സംഭവിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ബേസിക്കലി ട്രിഗേർഡ് ബൈ ഫ്രീ മാർക്കറ്റ്. ഈ ഫ്രീ മാർക്കറ്റ് എങ്ങനെയാണ് റൈറ്റ് വിങ് ഫാഷിസ്റ്റ് ഗവൺമെന്റുകളെ സഹായിക്കുന്നത്? ക്ലാര മെറ്റയുടെ ഹൗ ഓസ്റ്റെറിറ്റി പേവ്ഡ് വേ ഫോർ ഫാസിസം, ദ ക്യാപിറ്റൽ ഓർഡർ, ഹൗ ഓസ്റ്റെറിറ്റി പേവ്ഡ് വേ ഫോർ ഫാസിസം ഓസ്റ്റെറിറ്റി മെഷേഴ്സ് പേവ്ഡ് വേ ഫോർ ഫാസിസം എന്ന് പറയുന്ന പുസ്തകം വീണ്ടും വീണ്ടും വായിച്ചു നോക്കുക. PDF ഒക്കെ അവൈലബിൾ ആണ്. വളരെ സിമ്പിളാണ്. ഫ്രീ മാർക്കറ്റ് ക്യാപിറ്റലിസം നിലവിൽ വരുമ്പോൾ അതൊരു ക്രൈസിസ് ഉണ്ടാക്കുന്നു. ആ ക്രൈസിസിൽ നിന്ന് ജനങ്ങൾ മറ്റൊരു വഴിയിലേക്ക് തിരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മൾ പറയുന്ന ക്രോണിക് ക്യാപിറ്റലിസ്റ്റുകൾ, ചങ്ങാതിമാർ, ഈ മുതലാളിത്ത ടീമുകൾ അവർ ഒരു ഫിഗറിനെ കണ്ടെത്തും. അതിനെ കൃത്യമായി സ്പോൺസർ ചെയ്യും. ഇതിൻ്റെ ഏറ്റവും ക്ലാസിക്കൽ ഹിസ്റ്റോറിക്കൽ എക്സാമ്പിളാണ് മുസോളിനി എന്ന് പറയുന്നത്. ഫസ്റ്റ് വേൾഡ് വാറിൽ ഇറ്റലി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈസിസുകൾ, അതിൽ നിന്നത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ലെഫ്റ്റിൻ്റെ സർജൻസ് ആയിരുന്നു. അതിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മുസോളിനി എന്ന് പറയുന്ന ഫിഗറിനെ അവിടുത്തെ ടോപ്പ് ക്ലാസ് ക്യാപിറ്റലിസ്റ്റുകൾ എല്ലാവരും ഫണ്ട് ചെയ്തു. ഇപ്പോൾ മുസോളിനി തന്നെ ഫാസിസത്തെ ഡിഫൈൻ ചെയ്തത് ദ മെർജർ ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ക്യാപിറ്റൽ ഇൻ ദ കോർപ്പറേറ്റ് വ്യവസ്ഥയുടെയും ഭരണകൂടത്തിൻ്റെ ലയനമാണ് ഫാസിസം എന്നാണ് മുസോളിനിയുടെ തന്നെ വാക്കുകളിൽ മുസോളിനി പറഞ്ഞിരിക്കുന്നത്. സോ ബേസിക്കലി ഇതാണ്. എവിടെയും നമുക്ക് പാറ്റേൺ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഓസ്റ്റെറിറ്റി പോളിസീസ് വരുന്നു, നിയോ ലിബറൽ പോളിസീസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്രീ മാർക്കറ്റ് പോളിസീസ് വരുന്നു, ഗ്രേവ് ആയിട്ടുള്ള എക്കണോമിക് ക്രൈസിസുകൾ വരുന്നു, ഒരു അതോറിറ്റേറിയൻ ടയറൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ അധികാരത്തിലേക്ക് വരുന്നു, അവർ ഈ കാര്യത്തെ കൂടുതൽ വർസാക്കുന്നു. ഇതാണ് ഹിസ്റ്ററി നമുക്ക് കാണിച്ചു തരുന്ന പാറ്റേൺ, സ്റ്റാർട്ടിങ് ഫ്രം ജർമ്മനി, ഇറ്റലി, നൗ ബ്രസീൽ, ഫ്രാൻസ്, ഫ്രാൻസ് അല്ല, സ്പെയിൻ ആൻഡ് ലോട്ട് ഓഫ് അതർ കൺട്രീസ്. ഇപ്പോൾ നിലവിൽ നോക്കുകയാണെങ്കിൽ അർജന്റീന, USA, ഇന്ത്യ, തുർക്കി, പിന്നെ മെനി അപ്കമിങ്സ്, സംടൈംസ് കാനഡ. നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ഫ്രീ മാർക്കറ്റ് രാജ്യങ്ങളിൽ ഇമിഗ്രൻസ് ആണ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാക്കുന്നത്. അവിടെ ഉള്ള ആളുകൾക്ക് ജോലി കിട്ടാതിരിക്കാനുള്ളൊരു കാരണം ഇമിഗ്രേഷൻ ആണെന്നൊക്കെ പറയാറുണ്ട്. അതിലെത്രത്തോളം സത്യമുണ്ട്? അതിൽ വലിയ സത്യമൊന്നുമില്ല. കാരണം വളരെ നിസ്സാരമായിട്ട് ഏതെങ്കിലും ഒരു രാജ്യത്ത് നിങ്ങൾ എടുക്കുക, അവിടെ വന്ന ഇമിഗ്രൻസിൻ്റെ ഡാറ്റയും ആ ഇമിഗ്രൻസിൽ എത്ര പേര് എംപ്ലോയിഡ് ആകുന്നു എന്നുള്ളതിൻ്റെ ഒരു കണക്കും, എന്ത് തരം ജോബുകളിലാണ് അവർ എംപ്ലോയിഡ് ആവുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും ഈ കണക്കുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ആക്ച്വലി ഇപ്പോൾ പലയിടത്തും ഇമിഗ്രേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് കാര്യം എന്ന് പറഞ്ഞാൽ ചീപ്പ് ലേബറിന് വേണ്ടിയിട്ട് തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. മിനിമം വേജിനെയും ഇല്ലാതാക്കാനും ചീപ്പ് ലേബർ പ്രൊമോട്ട് ചെയ്യാനും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഇമ്മിഗ്രൻസിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന പോലെ കംപ്ലീറ്റ് ഇമ്മിഗ്രൻസിനൊന്നും ഒരു ഭരണകൂടം ഒരു രാജ്യം എവിടെയും എംപ്ലോയ് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറയുന്ന ക്ലെയിം എന്ന് പറയുന്നത് വലിയ തെറ്റാണ്. ഇതൊരു ഇൻസെക്യൂരിറ്റി ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണത്. അപ്പോൾ ആ ഇപ്പോൾ നമ്മുടെ പ്രണബ് ബർദൻ്റെ വേൾഡ് ഓഫ് ഇൻസെക്യൂരിറ്റീസിൽ ആൾ പറയുന്ന പോലെ ഒരു ഒരു ശത്രുവിനെ സൃഷ്ടിച്ചു കൊടുക്കുകയാണ്. അതായത് ചെന്നായി വരുന്നതെന്ന് പറഞ്ഞിട്ട് ആ ചെന്നായയുടെ ഇതിലേക്ക് ഇതിനെ കൊണ്ടുവരിക, ഈ ഇമിഗ്രൻസിനെ പ്ലേസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവമാണ്. സിമിലർലി വേറൊരു കേസ് എന്ന് വെച്ചാൽ ഇമിഗ്രൻസിനെ ഇപ്പോൾ ഉദാഹരണത്തിന് കാനഡയിലെ ഹൗസിംഗ് ക്രൈസിസിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇമിഗ്രൻസ് ആണ് എന്ന് പറയുന്ന ഒരു നറേറ്റീവ് ഈ അടുത്ത് വളരെ കുറച്ച് കാലങ്ങളായിട്ട് ഈ വന്നിട്ടുണ്ട്. പക്ഷേ കണക്കുകൾ പരിശോധിച്ചാൽ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, പ്രൈസ് സർജ്, അതായത് ഈ കോസ്റ്റ് ഓഫ് ലിവിങ്, അതുപോലെ ഹൗസിംഗ് ക്രൈസിസുകളുടെ ഒരു ക്ലോസർ അനാലിസിസ് നടത്തിയവർ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് 42% മൈഗ്രൻസ്, കാനഡയിലെ മൈഗ്രൻ്റ് വർക്കേഴ്സ് പോവർട്ടിയിലാണ് ജീവിക്കുന്നത്. 42% മൈഗ്രൻ്റ് വർക്കേഴ്സ് പോവർട്ടിയിലാണ് ജീവിക്കുന്നത് കാനഡയിൽ. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഈ ഹൗസിംഗ് ക്രൈസിസിന് കാരണക്കാരായി മാറുക? അതായത് ഇത്ര പോവർട്ടിയിൽ ജീവിക്കുന്നവർക്ക് ഈ മാർക്കറ്റ് സ്പെക്കുലേഷൻ്റെ ഭാഗമായിട്ടുള്ള ഹൗസിംഗ് സെക്ടറിൽ അവർക്ക് കയറി പറ്റാനും
എങ്ങനെയാണ് അവർക്ക് ഇത് എന്താ പറയാ ഈ ഇതിന് ആകാനും പറ്റുക. അതുപോലെ വേറൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 2 കൊല്ലത്തിനിടയിൽ അല്ലെങ്കിൽ 3 കൊല്ലത്തിനിടയിൽ കാനഡയുടെ പോപ്പുലേഷൻ 3.9% ആയിട്ട് വർദ്ധിച്ചു. പക്ഷേ അതുപോലെ റെന്റൽ പ്രൈസ് വീടുകളുടെ റെന്റ് എന്ന് പറയുന്നത് ആ സമയം കൂടി 20% വർധനമാണ് ഇതിൽ കണ്ടത്. സോ ഈ പ്രൊഡേറ്ററി ആൻഡ് ഇൻഹ്യൂമൻ ഹൗസിംഗ് കണ്ടീഷൻസ് അതുപോലെ ഈ പ്രൊഡേറ്ററി മാർക്കറ്റിംഗ് ഈ സ്പെക്കുലേഷൻ ഈ സാധനങ്ങൾ മൂലമാണ് ഇവിടെ ഹൗസിംഗ് ക്രൈസിസ് ഉണ്ടായിട്ടുള്ളത്. അതായത് ചുമ്മാ മൈഗ്രൻസിന്റെ മേത്ത് മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല. പ്രശ്നം കിടക്കുന്നത് സിസ്റ്റത്തിനകത്ത് തന്നെയാണ്. ഈ ഒരു രാജ്യം വികസിക്കണമെങ്കിൽ ഫ്രീ മാർക്കറ്റ് ക്യാപിറ്റലിസം ഇല്ലാതെ പറ്റില്ലേ? എക്കണോമിക് ഹിസ്റ്ററി പഠിക്കേണ്ടത് വളരെ അനിവാര്യമാവുന്നത് ഇതുകൊണ്ടാണ്. 2 പുസ്തകങ്ങൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നത്. ഒന്ന് ബാഡ് സമരിറ്റൻസ്, മറ്റൊന്ന് കിക്കിംഗ് അവേ ദ ലാഡർ. രണ്ടും എഴുതിയിരിക്കുന്നത് സൗത്ത് കൊറിയൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഹാജു ചാങ് ആണ്. ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാ രാജ്യങ്ങളുടെയും ഗ്രോത്തിന് കാരണം ഫ്രീ മാർക്കറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കമാൻഡ് ഹൈറ്റ്സ് പ്രിൻസിപ്പിൾസ് വെച്ചിട്ടും ലോകത്തെ രാജ്യങ്ങൾ നല്ല എക്കണോമിക് സ്ഥിതിയിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം സിംഗപ്പൂർ ഉദാഹരണമാണ്, ചൈന ഒരു എക്സാമ്പിളാണ്. മറ്റൊരു ഉദാഹരണം പറയാൻ പറ്റുന്നത് ആദ്യകാലത്തെ സൗത്ത് കൊറിയ. അതായത് ഇന്ന് കാണുന്ന സൗത്ത് കൊറിയ അല്ല, ഈ 2 കൊറിയകൾ ഉണ്ടായ ശേഷം കുറച്ച് കാലത്തെ സൗത്ത് കൊറിയ എന്ന് പറയുന്നത്. അതിൻ്റെ ബേസിക് ഗ്രോത്തിൻ്റെയും മറ്റു കാരണങ്ങളെന്ന് പറയുന്നത് ഈ ഇത് തന്നെയാണ്. എന്താ ഈ കമാൻഡ് ഹൈറ്റ് പ്രിൻസിപ്പിൾസ് വെച്ച് വളർന്നത് തന്നെയായിരുന്നു. അപ്പോൾ ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും വളർച്ചയുടെ കാരണം എന്ന് പറയുന്നത് ഈ ഫ്രീ മാർക്കറ്റ് ഇതല്ല. ഫ്രീ മാർക്കറ്റിൻ്റെ സഹായം കൊണ്ടല്ല. അതായത് ഇപ്പോൾ അതുപോലെ തന്നെ ഹൗ യു ഡിഫൈൻ ഗ്രോത്ത്. അതായത് യുകെ അതുപോലെ യൂറോപ്യൻ കൺട്രീസ്, USA ഒക്കെ വളർന്നത് കൊളോണിയലിസം എന്ന് പറയുന്നൊരു സാധനം വെച്ചിട്ട് കൂടിയാണ്. ആ ഒരു പോയിന്റും മറന്നു പോകാൻ പാടില്ലാത്തതാണ്. കൊളോണിയലിസം എന്ന് പറയുന്ന ഒരു കാര്യം വെച്ചോണ്ടാണ്. ഈ കൊളോണിയലിസ്റ്റിൽ ഉണ്ടായിരുന്ന പോളിസീസ് എന്ന് പറയുന്നത് ഫ്രീ മാർക്കറ്റാണ്. അപ്പോൾ ലോകത്ത് ക്രൂരമായ രീതിയിൽ വളർച്ച കൈവരിച്ചവർ, അതായത് ഏറ്റവും ക്രൂവൽ മോഡ് ഓഫ് വിക്ടറി ഇൻ ദി എക്കണോമിക് സെൻസ്, ഇൻ ദി എക്കണോമിക് ഗ്രോത്ത് കൈവരിച്ച രാജ്യങ്ങൾ പെർസ്യൂ ചെയ്തത് ഈ പറയുന്ന ഫ്രീ മാർക്കറ്റ് പോളിസീസ് ആണ്. അതല്ലാതെ ശൂന്യതയിൽ നിന്ന്, അതായത് സ്റ്റാർട്ടിങ് ഫ്രം ദ ഗ്രൗണ്ട് വർക്ക് എന്ന രീതിയിൽ പറഞ്ഞ് രക്ഷപ്പെട്ട രാജ്യങ്ങളൊക്കെ പ്രൊട്ടക്ഷനിസ്റ്റ് കമാൻഡ് ഹൈറ്റ് പോളിസീസ് വെച്ചിട്ട് കയറി വന്നവരാണ്. അവർ ഫ്രീ മാർക്കറ്റ് അഡോപ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് വർസായ പ്രശ്നങ്ങൾ അവരുടെ എക്കണോമിയിൽ ഉണ്ടാകാൻ തുടങ്ങി. അത് സൗത്ത് കൊറിയ ഒരു എക്സാമ്പിളാണ്. സോ ഇറ്റ്സ് ബേസിക്കലി ആരെയും എന്താ പറയുക, ആരുടെയും ചോരയിൽ ചവിട്ടാത്ത ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് ഗ്രോത്ത് ഉള്ള രാജ്യങ്ങളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അവിടെ ആൻറ്റി ഫ്രീ മാർക്കറ്റ് പോളിസീസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവരെ ചോര കൊണ്ട് സ്വന്തം ഡ്രസ്സിന് കളറടിച്ച രാജ്യങ്ങളാണെങ്കിൽ അവർ ഫ്രീ മാർക്കറ്റാണ് ഫോളോ ചെയ്തിരുന്നത്. UK, US അതൊക്കെ ഒരു എക്സാമ്പിളാണ് മാത്രം. ഈ ട്രംപ് ഒരു ഫ്രീ മാർക്കറ്റ് അഡ്വക്കേറ്റ് ആണോ? ട്രംപ് ഒരു ഫ്രീ മാർക്കറ്റ് അഡ്വക്കേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ട്രംപ് അയാളുടെ രാജ്യത്തിനകത്ത് അതായത് ട്രംപിൻ്റെ ചങ്ങാതിമാർക്ക് ആവശ്യമുള്ളിടത്ത് അയാൾ ഫ്രീ മാർക്കറ്റ് അഡ്വക്കേറ്റും ട്രംപിൻ്റെ ചങ്ങാതിമാർക്ക് ആവശ്യമില്ലാത്തടത്ത് അദ്ദേഹം പ്രൊട്ടക്ഷനിസ്റ്റുമാണ്. ഇതാണ് ബേസിക് പോളിസി എന്ന് പറയുന്നത്. അതായത് ഒരു അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയൊക്കെ പഴയ പോളിസി തന്നെ. അതായത് കരിമ്പിൻ്റെ ജ്യൂസ് ഞങ്ങൾ കുടിക്കും, ബാക്കി വരുന്ന ചണ്ടി ബാക്കിയുള്ളവർ എടുത്തോ എന്ന് പറയുന്ന ഒരു നയമുണ്ടല്ലോ. അതാണ് ട്രംപിൻ്റെ പോളിസീനെ നമുക്ക് സമ്മപ്പ് ചെയ്യാൻ പറ്റുക. കരിമ്പ് ജ്യൂസ് ഞാൻ കുടിക്കും, ചണ്ടി ബാക്കി വന്നാൽ വേസ്റ്റ് ബാക്കി വന്നാൽ അത് നിങ്ങൾ എടുത്തോ എന്ന് പറയുന്നതാണ് ട്രംപിൻ്റെ നയം. ട്രംപ് അമേരിക്കയുടെ അകത്ത് ഉള്ള ഫ്രീ മാർക്കറ്റ് ആൻഡ് ഓസ്റ്റെറിറ്റി പോളിസീനെ വളരെ ശക്തമായ രീതിയിൽ തന്നെ പ്രോസ്പർ ചെയ്യിക്കും. പക്ഷേ ഗ്ലോബൽ ട്രേഡിൻ്റെ കാര്യം വരുമ്പോഴും, അതായത് ബോർഡറിൻ്റെ കാര്യം വരുമ്പോൾ ആൾ പ്രൊട്ടക്ഷനിസ്റ്റ് ആയിട്ട് മാറും. സോ ഫ്രീ മാർക്കറ്റിൻ്റെ ഒരു വല്ലാത്തൊരു വെർഷനാണ് ഈ ട്രംപ് എന്ന് പറയുന്നത്. ആൻഡ് ബേസിക്കലി ഹീസ് എ ലിബറൽ അല്ല എന്ന് പറയും, അദ്ദേഹം നിയോ ലിബറലിസത്തിൻ്റെ എപ്പിറ്റോമാണ്. അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരാളാണ് ട്രംപ് ബേസിക്കലി വിത്തിൻ ഹിസ് കൺട്രി. ഈ ടാക്സ് കൂട്ടിയാൽ ബിസിനസ്സുകൾക്ക് പ്രശ്നം വരും എന്നൊക്കെയുള്ളൊരു നറേറ്റീവ് ഉണ്ട് ഫ്രീ മാർക്കറ്റ് സൈഡിൽ നിന്ന്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അത് അമേരിക്കയുടെ തന്നെ കണക്കുകൾ പൊളിച്ചൊരു സംഭവമാണ്. ജോസഫ് സ്റ്റിഗ്ലിറ്റ്സ്
പ്രൈസ് ഓഫ് ഇൻഇക്വാലിറ്റി എന്ന് പറയുന്ന പുസ്തകത്തിൽ ആളുടെ എക്സ്പീരിയൻസ് ആൾ ഷെയർ ചെയ്യുന്നുണ്ട്. അദ്ദേഹം നമ്മുടെ ബിൽ ക്ലിൻ്റൻ്റെ എക്കണോമിക് അഡ്വൈസർ ആയിരുന്നു. പിന്നീട് വേറൊരു വിഷയത്തിൽ ആണ് ആൾ പോയത്. പക്ഷേ ആളെന്ന് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, അമേരിക്കയിലെ ടാക്സ് റേറ്റുകൾ ഞങ്ങൾ വർദ്ധിപ്പിച്ചപ്പോൾ രാജ്യത്തെ ഗ്രോത്ത് വർദ്ധിക്കുകയും എന്നാൽ ബിസിനസ്സുകൾ ഒരു കോട്ടവും തട്ടാതെ അവിടെ സുഖമായിട്ട് പിടിച്ചു നിൽക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സോ ടാക്സ് കൂട്ടുന്നത് കൊണ്ട് ബിസിനസ്സുകൾക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. വളരെ ഹോളിസ്റ്റിക് ആയ ടാക്സുകൾ വെച്ചിട്ട് തന്നെ നമുക്ക് ബിസിനസ്സുകൾ നടത്താൻ പറ്റും. അപ്പോൾ ഇതൊരു മിത്താണ് ഈ പറയുന്ന ടാക്സ് കുറച്ചാലേ ബിസിനസ്സുകൾ വളരൂ എന്ന് പറയുന്നത്. ടാക്സ് കുറച്ചാൽ കുറേ പേര് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നല്ലാതെ രാജ്യത്തിന് അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. ഒരു സൗണ്ടായ ടാക്സ് പോളിസി, അതായത് ഡിസ്ക്രിമിനേറ്ററി അല്ലാത്തൊരു ടാക്സ് പോളിസി വെച്ചിട്ട് ആ ടാക്സ് പോളിസിയുടെ കീഴിൽ നിങ്ങൾ ബിസിനസ് അനുവദിക്കുകയാണെങ്കിൽ ബിസിനസ്സും നടക്കും. അതുപോലെ ഈ രാജ്യത്തിൻ്റെ ഗ്രോത്ത് സംഭവിക്കും. ക്ലിൻ്റൺ എറ അതിൻ്റെ ഒരു വളരെ ചെറിയ എക്സാമ്പിളാണ്. പക്ഷേ അവസാനമാകുമ്പോഴേക്കും ക്ലിൻ്റൺ സ്റ്റിഗ്ലിറ്റ്സ് പറഞ്ഞ പോളിസിയിൽ നിന്ന് റിട്രാക്ട് ചെയ്യുകയും മറ്റ് പല പോളിസികളുടെ പുറകെ പോവുകയും അവസാനം ക്ലിൻ്റൻ്റെ നമുക്കറിയാം ക്ലിൻ്റൻ്റെ പൊളിറ്റിക്കൽ കരിയർ പിന്നെ വേറെ വഴിക്ക് പോയി. ബട്ട് ക്ലിൻ്റൺ എറ തന്നെ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു കോൺട്രഡിക്ഷനാണ്. ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലുള്ള വെൽഫെയറിസം അതാണ് ഫ്രീ മാർക്കറ്റ് നമ്മൾ ശരിയായിട്ട് നടപ്പിലാക്കിയ ഈ വെൽഫെയർ പോളിസികളിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് പലപ്പോഴും പല ആളുകൾ പറയാറുണ്ട്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? നിങ്ങൾ ഫ്രീ മാർക്കറ്റ് എന്നുകൊണ്ട് ഇൻവെസിബിൾ ഹാൻഡ് എന്ന് പറയുന്ന ഒരു സംഭവത്തെയാണ് നിങ്ങൾ ഫ്രീ മാർക്കറ്റ് എന്ന് പറയുന്നത്. അത് പഴയതായാലും ശരി പുതിയതായാലും ശരി, ലിബറലിസം ആയാലും ശരി ന്യൂ ലിബറലിസം ആയാലും ശരി, ഫ്രീ മാർക്കറ്റിൻ്റെ ബേസിക് തത്വം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യുക, ഗവൺമെൻറ് ഒരു വാച്ച്മാൻ ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നതാണ്. സ്കാൻഡിനേവിയൻ മോഡൽ, അവിടെ സ്കാൻഡിനേവിയയിലെ വെൽഫെയർ പോളിസി എന്ന് പറയുന്നത് ഗവൺമെൻറ് എല്ലാ മേഖലയിലും കൈപതിപ്പിച്ച ഒരു സംഭവമായിരുന്നു അത്. അതും ക്യാപിറ്റലിസമാണ്, അല്ലെങ്കിൽ അതും ഫ്രീ മാർക്കറ്റ് ക്യാപിറ്റലിസമാണ് നിങ്ങൾക്ക് വാദിക്കാൻ വേണ്ടി വാദിക്കാം. പക്ഷേ ഈ മോഡല്, അതായത് ഇപ്പോൾ ആ സ്കാൻഡിനേവിയൻ മോഡല് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയെന്ന് പറയാം. എന്നാലും അത് നിലനിന്ന സമയത്ത്, ആ വെൽഫെയർ എക്കണോമികൾ നിലനിന്ന സമയത്ത് ഒട്ടുമിക്ക ഫ്രീ മാർക്കറ്റ് അഡ്വക്കേറ്റ്സും ആ മോഡലിന് എതിരായിരുന്നു എന്നുള്ളതാണ് സത്യം. എന്ന് മാത്രമല്ല, ആ വെൽഫെയർ മോഡലിനെ തകർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്ത് ഓസ്റ്റെറിറ്റി കൊണ്ടുവരാൻ വേണ്ടി യോൺ കിപ്പൂർ യുദ്ധത്തിന് ശേഷം ഉണ്ടായ ഓയിൽ ക്രൈസിസ്, 70s ഓയിൽ ക്രൈസിസ് പല ഓസ്ട്രിയൻ എക്കണോമിസ്റ്റുകളും ഈ ഫ്രീ മാർക്കറ്റ് എക്കണോമിസ്റ്റുകളും ഉപയോഗിച്ചു എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യം. സോ ഫ്രീ മാർക്കറ്റും ഈ അവിടുത്തെ വെൽഫെയർ എക്കണോമി ഒന്നാണ്. എല്ലാം ഒരു അമ്മ പെറ്റ മക്കളാന്ന് പറയുമ്പോൾ, ഈ ഈ മകനെ മറ്റേ പൂതന വിഷം കലർത്തിയ മുലപ്പാൽ കൊടുത്ത് കൊല്ലാൻ നോക്കിയ പോലെ ഫ്രീ മാർക്കറ്റ് ഈ വെൽഫെയർ എക്കണോമികളെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയിട്ടുണ്ട്, മുലപ്പാൽ വിഷം കലർത്തി കൊല്ലാൻ നോക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഈ നാട്ടിൻപുറത്തെ അമ്മാവന്മാർ ഞാനന്ന് ഇവനെങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവനിപ്പോൾ ഈ ലെവലിലായി എന്ന് പറയുന്ന പോലെ ആയിരിക്കും ഫ്രീ മാർക്കറ്റ് അഡ്വക്കേറ്റ്സ് ഈ വെൽഫെയർ എക്കണോമികളെ ഞങ്ങളുടെയാന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യും.